ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ഒരു മീഡിയം സൈസിലുള്ള പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം പഴുത്തു പോവാത്ത പഴം എടുക്കണേ. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പഴം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഒരു സൈഡാകുമ്പം തിരിച്ചിട്ടും കൊടുക്കാം. അങ്ങനെ ഇതിപ്പം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 പീസ് ബ്രെഡ് വേണം. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ജാറിലേക്ക് 1/4 കപ്പ് ചിരവിയ തേങ്ങ, കൂടെ 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, പിന്നെ 1/4 കപ്പ് പാല്, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഇല്ലെങ്കിൽ അതിന് പകരം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ബ്രെഡ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇനി ഈ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ വശം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത ആ പഴം അങ്ങ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കും. പഴം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇതുപോലെ അങ്ങ് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാൻ ചൂടായതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയേ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.